38ാമത് ദേശീയ ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. സമീപകാലത്ത് ഏറ്റവും മോശം പ്രകടനത്തിൻ്റെ പേരിലാകും കേരളം ഈ ഗെയിംസിൽ ഓർമ്മിക്കപ്പെടുക. മെഡൽ വേട്ടയിൽ 14ാം സ്ഥാനത്താണ് ഇത്തവണ കേരളം ഫിനിഷ് ചെയ്തത്. അനിൽ വാസുദേവ് ഈ ദുഃഖകരമായ അവസ്ഥയുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. അനിൽ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഗുഡ് മോർണിംഗ് SKN. ഒരുപക്ഷെ ഈ ഗെയിംസിന് കൊടിയിറങ്ങുമ്പോൾ കേരളത്തിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫുട്ബോളിൽ ദീർഘകാലത്തിന് ശേഷം മെഡൽ നേടാനായി, സ്വർണ്ണ മെഡൽ നേടാനായി എന്നുള്ള സന്തോഷം, പിന്നെ ചില ഇനങ്ങളിൽ, കനോയിങ് പോലുള്ള ഇനങ്ങളിൽ ചരിത്ര മെഡൽ, ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിന് വലിയ നിരാശയാണ് ഈ ഗെയിംസിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേരളം 36 സ്വർണ്ണമടക്കം 84 മെഡലോടുകൂടി 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ആ കേരളം ഇത്തവണ ആദ്യ 10-ൽ പോലും ഇല്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ്. 14ാം സ്ഥാനത്താണ് കേരളം എത്തിയത്. 13 സ്വർണ്ണമടക്കം 54 മെഡലുകളാണ് കേരളത്തിന് നേടാനായത്. ചോദിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കളരി ഇത്തവണ ഇല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അധികൃതർ അല്ലെങ്കിൽ കായിക മേഖലയുള്ള ഈ ഒളിമ്പിക് അസോസിയേഷനൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതൊരു ന്യായീകരണമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം കഴിഞ്ഞ ഗെയിംസിൽ മാത്രമാണ് കളരി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള ഗെയിംസിലൊക്കെ തന്നെ കേരളത്തിന് വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. 2015 ഗെയിംസിൽ 56 സ്വർണ്ണമടക്കം 165 മെഡലുകൾ നേടിയ ആ ടീമാണ് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടത്. സീനിയർ താരങ്ങളായിട്ടുള്ള പല മുരളി ശ്രീശങ്കർ അടക്കമുള്ള താരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. എന്നിരുന്നാൽ പോലും അവരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചാണോ കേരളം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചോദ്യം കൂടിയാണ്. വലിയ കൂടുതൽ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും അടക്കം കേരളത്തിന് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത ഗെയിംസ് മേഘാലയയിലാണ്. അപ്പോഴേക്കെങ്കിലും കേരളം ഈ സ്ഥിതി മാറ്റിയെടുക്കണം. വലിയ വലിയ പ്രശ്നങ്ങൾ ഈ കായിക മേഖലയിൽ, അത്ലറ്റിക്സിൻ്റെ രംഗത്തൊക്കെ തന്നെ കേരളത്തിനുണ്ട്. അവരുടെ മതിയായ പ്രോത്സാഹനം നൽകാത്തത്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്, കായികാധ്യാപകർക്ക് സാലറി കൊടുക്കാത്തത്, കുട്ടികൾക്ക് ഭക്ഷണം പോലും നൽകാത്തത് തുടങ്ങിയ വലിയ വലിയ പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. അതൊക്കെ തന്നെ പരിഹരിച്ചാൽ മാത്രമാണ് ഇന്ത്യയുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഈ ദേശീയ ഗെയിംസിൽ കേരളത്തിന് മെഡൽ വാരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മുടെ പേര് ആദ്യ 10-ൽ വരികയും ഇത്തവണ ടോപ്പ് 3-ലെങ്കിലും എത്തണമെന്ന പ്രതീക്ഷയോടെ പോയ ടീമാണ് ആദ്യ 10-ൽ പോലും ഇല്ലാതെ 14ാം സ്ഥാനത്തായി പോയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസു. എന്തായാലും സങ്കടകരമായ സാഹചര്യമാണ്. നാഷണൽ ഗെയിംസ് സമാപിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ 14ാമതായി എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ.